എനിക്ക് ആ പെണ്ണിനെ പിടിച്ചില്ലാട്ടാ. എനിക്ക് അടിയനെ പോന്നു. കിടന്നിട്ട് മറ്റേ വട്ടത്തെ വിസർജന പോരാൻ പറ്റിയില്ല. കപ്പറിയായിരുന്നു. ഇനിയിപ്പോ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. നന്നായി. പരിപാടിയാണോ നീ കാണിച്ചേ? ഇല്ലാത്ത വയ്യാവയിലേക്ക് നീ എന്തിനാ എടുത്ത് തലയെ വെച്ചോണ്ടിരിക്കണത്? മതാണോ നിന്റെ പ്രശ്നം? എടി എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് തന്നെയാണ്, ചുവപ്പ്. കോഴിയുടെ ചോരയും ചുവപ്പ് തന്നെയാ എന്ന് വെച്ച് പോയി കോഴിനെ പിടിച്ചു കെട്ടുവോ? ഒരു മാത്രം മനുഷ്യന്മാരുടെ കാര്യം പറയുമ്പോഴേക്കും കോഴിക്കാരും പറയും കേട്ടല്ല. ഇനിയിപ്പോ നടക്കാനുള്ളൊക്കെ നടന്നു. എടാ മോനെ, നീ ചോറിന്നത് പോയതെന്താ? മോൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്നറിയോ? അശ്വതി മോളെ, ആ ചെക്കൻ എടുത്തോ. അശ്വതി മോള നാളെ അശ്വതി ആയതുകൊണ്ട് വിളിക്കാൻ എളുപ്പമാണല്ലോ. ഓ, നാളൊക്കെ നോക്കിയല്ലേ, നന്നായി. അമ്മക്കിനി റെസ്റ്റ് എടുക്കാം. അടുക്കള ഇവള് നോക്കട്ടെ. ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ കല്യാണം പെട്ടെന്ന് നടത്താന്ന് വിചാരിച്ചു. വലിയ ആർഭാടമൊന്നുമില്ല, രജിസ്റ്റർ മാരേജ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാട്ടാ. അച്ഛനൊന്ന് കടയിൽ നിന്ന് വന്നിട്ട് പോരെ. ഈ അടുക്കളയിൽ വെച്ച് നടത്താനല്ല പറഞ്ഞു. എന്നാ ഓക്കെ. നാളെയോ മറ്റന്നാളോ. ഈ എണ്ണ ഇവിടെ തരാൻ പറഞ്ഞു. ഒന്ന് മേടിക്കളിയെ നോക്കിക്കണ്ട്. ഇങ്ങനെ നേരം മോളെ. മോനെ, ഇന്ന് കല്യാണമില്ല, കുറച്ച് തേങ്ങ പോയിച്ചു തരുമോ? അശ്വതി മോക്ക് പായസം ഉണ്ടാക്കാനാ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. മലരേ തേൻ മലരേ മലരേ. അമ്മ തേങ്ങ എവിടെ ഇരിക്കണം? അമ്മ തേങ്ങ എവിടെ ഇരിക്കണേ? ചായപ്പില്. നിങ്ങൾക്ക് ഈ കപ്പ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഷീബയുടെ അപ്പനാ. വാന്ന് ഇരിക്കി. ഇതാരോ വന്നിരിക്കണം നോക്കിയേ. ചായ ഇങ്ങെടുത്തോ. കുട്ടികൾ കല്യാണം ഏർപ്പാടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കാരണവന്മാരാണല്ലോ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്. ഏത് നമുക്ക് ഇവരുടെ കല്യാണം ഉണ്ടല്ല, അതിഗംഭീരമായിട്ടൊക്കെ നടത്തിയേക്കാം. ബേബിനെ കണ്ടല്ലേ പേര് പറഞ്ഞു. ഓ, വീട്ടിലത്തെ ആദ്യത്തെ കല്യാണം നമുക്ക് ഞാൻ ഷീബനെ കൊണ്ടുപോകാമെന്നാ. ഞാൻ വരുന്നില്ല. നീ വന്നു കയറിക്കണ ഒരു കുടുംബത്തായത് കൊണ്ടാ പറഞ്ഞു തീർക്കാന്ന് ഓർത്ത് ഒറ്റയ്ക്ക് വന്നത്. ദേവിച്ചായ, എന്തായത്? കൊച്ചുകുട്ടികളല്ലേ, അവരുടെ ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാം അങ്ങോട്ട്. അതിനൊരു പ്രശ്നമുണ്ട്. മതമാണോ പ്രശ്നം? എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് തന്നെ. 18 വയസ്സ് തികഞ്ഞിട്ടില്ല. കല്യാണമ്മ കല്യാണം കല്യാണമ്മ കല്യാണം കല്യാണം. നിന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാൻ എനിക്ക് നിന്റെ അനുവാദം വേണ്ട. അങ്ങനെയാണെങ്കിൽ പ്രായവൃത്തിയാവുന്നതിനെ കെട്ടിച്ചുവിടുന്നതിന് ഡാഡി പോലീസ് കൊണ്ടുപോണ്ടേ? ഡാഡി ഒരു കാര്യം എനിക്ക് മണ്ടത്തരം കാണിച്ച് എന്തായാലും പോലീസ് കൊണ്ടു. നമ്മുടെ ഡാഡി വന്നിട്ടുണ്ട്. അവക്ക് 18 വയസ്സായിട്ടില്ലെന്ന് പറഞ്ഞു. ആർക്ക്? ഷീബയ്ക്ക്. ആര് പറഞ്ഞു? അവളച്ഛൻ. ഒന്ന് പോടാ അവിടുന്ന്. ചുമ്മാ കല്യാണം നടത്താൻ പോയി 18 ആയിട്ടില്ലെന്ന് ചുമ്മാ പറഞ്ഞായിരിക്കും. പോയതുണ്ട്. ചായ എടുക്കാൻ പാടില്ലേ? ഞങ്ങൾ ചുമ്മാ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. എന്തിനാടാ? ചുമ്മാ ഒന്ന് എക്സ്ട്രാ എടുക്കാൻ. ചുമ്മാ. സൂചോട്ടം വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ഒളിവിപ്പോക്കോ. എന്തിന്? ചുമ്മാ. ഓ ചുമ്മാ. നമ്മളായിട്ട് വിളിച്ചിട്ട് വന്നല്ലേ, നമ്മളായിട്ട് വന്ന് കയറിയതല്ലേ. ഉണരൂ വേഗം നീ സുഗറാണി, വന്നു നായിക, പ്രേമത്തിൻ മുരളീ ഗായിക. നമുക്ക് കല്യാണം കഴിക്കണ്ടേ സൂചേട്ടാ? എന്നെ വെറുതെ ചലഞ്ച് ചെയ്യാൻ നിക്കല്ലേ. ഇത്രയും നാള് നീ പറയണം കേട്ട് ഞാൻ ഒരു കൊരങ്ങനെ പോലെ തുള്ളി. ഇനിയൊന്നും നടക്കൂല. ഇപ്പറക്കി പോയി നിന്റെ ബേബിയിലെ ഡാഡി, അയാളോട് ഞാൻ മൊത്തം എണ്ണി പറക്കി കൂടിപ്പോയി നീ മോശക്കുറ്റത്തിലെ കേസ് കൊടുക്കോളൂ. അത് ഞാൻ അങ്ങോട്ട് സഹിക്കിച്ചു. കൊലക്കുറ്റത്തിനാണെങ്കിലോ? ഏത് കൊലക്കുറ്റം?
ഒരാളെ കൊന്നിട്ടല്ലോ ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയി. ആര് പറഞ്ഞു? അങ്ങനൊന്നുമില്ല. ലോണിന്റെ ആവശ്യത്താണ്. പാച്ചനോട് ചോദിച്ചു നോക്ക്. ആരോടും പറയില്ല, ഞാൻ കാലുപിടിക്കാം പ്ലീസ്. എത്ര ഉണ്ടെങ്കിലും ഇടുന്നോ? അമ്മയോട് ഞാൻ. എടാ സുഖു, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. അശ്വതി മോളെ, ഇത് ആരാ പറഞ്ഞേ? കുഞ്ഞായാണ്. സൂചിച്ചോട് പറഞ്ഞു. ഞാനാ ഇപ്പൊ പറഞ്ഞു. എനിക്കറിയായിരുന്നു. ഞാനേ പറയണത് എനിക്കറിയായിരുന്നു. വേറെ ആരും പറയൂല. അമ്മ അപ്പടിച്ച് തേങ്ങ എടുത്ത് പായസം വയ്ക്കാനാ. ആരോടെങ്കിലും പറയൂ. പിറന്നാളെന്നാ? എടാ നീ എന്തിനാ അവളോട് എന്റെ കാര്യമൊക്കെ പറഞ്ഞത്? അത് ഈ പ്രാന്തിന്റെ കേസൊക്കെ. അത് പിന്നെ പണ്ട് ക്യാഷ്വലായിട്ട് ഞങ്ങൾ പണ്ട് പ്രേമത്തിലായിരുന്നല്ലോ സുഖു. ഓ, ഇതാണ് പ്രേമം അല്ലേ? എടാ, നമുക്കൊരാളോട് പ്രേമം തോന്നിക്കഴിഞ്ഞാ നമുക്ക് ചുറ്റുള്ളവരെല്ലാം വേണ്ട നമുക്ക് വേണ്ടി മാത്രം നൃത്തം ചെയ്യും. മനസ്സിലായടാ? അതാണ് പ്രേമം. നിനക്ക് തോന്നിയത് കാമം. രണ്ടും ഒന്നല്ല സുഖു. ഒന്നായി ഒന്നായി ഒന്നായി. എടാ, അടുത്ത ദിവസമൊക്കെ 18 വയസ്സാ വേണ്ട. അതിനുമ്പോ അവളെ ഒഴിവാക്കണം. മനസ്സിലായോ ചേട്ടാ? നമുക്ക് അവളെ പഠിക്കാൻ ചേർത്താലോ? പിന്നെ പഠിക്കാൻ ചേർക്കാൻ നീ അവളുടെ അപ്പനല്ലേ? പഠിക്കാൻ ചേർക്കാൻ വേണ്ട, നമുക്ക് അവളോട് പഠിക്കാൻ ചേർക്കാന്ന് പറയാം. എന്നിട്ട് അവളൊരു ഹോസ്റ്റലിൽ കൊണ്ട് ചേർക്കാം. എന്നിട്ട് അവളുടെ അച്ഛനെ വിളിച്ച് പറയാം. എന്നിട്ട് അവളുടെ അച്ഛൻ വന്ന് അവളെ കൊണ്ടോട്ടെ. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. സൂചേട്ടാ, ഇത് ചതിയല്ലേ? എന്ത് ചതി? ഒരു ചതിയില്ല. അവളുടെ സ്റ്റൈലിൽ തന്നെ ഒഴിവാക്കണം. ഇതെന്താ താളപ്പള്ളിയൊക്കെ? താലപ്പൊളി അല്ലടാ, തിരുവാതിര. ഹായ് മമ്മി. ഏയ്, നാളെ ക്ഷീണമായിരിക്കും, അതുകൊണ്ടൊന്ന് ലീവ്. ഇവരുള്ളതാണ് എനിക്കൊരു ആശ്വാസം. എന്താച്ചാ? ഏത് സമയത്തും കൂടെ ഉണ്ടാവും. ഈ ഒരു മാനസിക നിലയിലും കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. സുഹൃത്തുക്കളായി പോയില്ല അച്ഛാ. അതാണ് എനിക്കും ഇതുപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. സുഖു മരിച്ചുപോയി. അതിനുശേഷമാണ് സുചേട്ടനുള്ള അത് വെച്ചിട്ടുണ്ടേ കുടിക്കണേ. പറയണ്ടേ? പറയണം. നീ ഒറ്റക്ക് പറഞ്ഞാ പോലെ. ഒന്നൂരോട് പോയി ഉണ്ടാക്കിയാൽ മതി. സുഖുവിന്റെ ഒരു ഭാഗ്യേ ഇത്രയും നല്ലൊരു പെങ്കൊച്ച്. അതും ആ മറ്റേ കാര്യമൊക്കെ അറിഞ്ഞിട്ടും. പക്ഷെ സുചേട്ടനോട് എപ്പോഴും ദേഷ്യം. ആണോടാ സുഖു? ആ അയ്യോ, അങ്ങനൊന്നും ഇല്ല ചേച്ചി. ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ടൈപ്പ് ആളൊന്നും അല്ല സുഖു. ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് പറ്റിക്കാനും മാത്രം ഉള്ളയൊന്നും അല്ല സുഖു. അല്ലേടാ സുഖു? ചേച്ചി ഇത് പിടിച്ച്. സുഖു പതറാതെ പോയി പറയ കാര്യം. അങ്ങനെ ഒഴിവാക്കിയ സുഖിച്ചേട്ട് ഒരു ഊളയാവത്തില്ലേ? രാത്രായില്ലേ, പിന്നെ ധൂളയാല്. ഭ്രാന്തനെ പോലെ അല്ലടാ, ഊള. സുഖു, എനിക്ക് നിന്റെ എല്ലാ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്ത് തരാൻ പറ്റില്ല. ഇത് നീ എങ്ങനെയെങ്കിലൊക്കെ സോൾവ് ചെയ്യണം. എടാ, അവളെ എന്നെ വിശ്വസിച്ചാണ് ഇറങ്ങി വന്നേക്കണെന്ന് നാട്ടുകാർ മൊത്തം വിചാരിച്ചേക്കണത്. ഇനി അവളെ എങ്ങനെ ഒഴിവാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ക്രൂരനാവൂലേ നാട്ടുകാരുടെ മുമ്പില്? പിന്നെ നീ എന്ത് ചെയ്യാൻ പോടാ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ലടാ. സൂചേട്ടാ, ചേട്ടൻ ഇതുവരെ അവളെ ഒഴിവാക്കാനുള്ള കണ്ണുകൊണ്ടല്ലേ നോക്കിയിട്ടുള്ളൂ. ഇനി ഇഷ്ടപ്പെടാനുള്ള കണ്ണുകൊണ്ടെന്ന് നോക്കിയോക്കെ. ഒന്ന് പോടാ അവിടുന്ന്. ഇഷ്ടപ്പെടണമെന്ന്